അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആ, അദ്ദേഹം മറയില്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയ ആളാണ്. ഒരു കമ്മിറ്റഡ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു താരം കൂടിയായിരുന്നു സലീം കുമാർ എന്നുള്ളത് ഓർമ്മിച്ചെടുക്കേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ടുള്ള നിലപാടുകളാണ്. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. മഹാരാജാസ് കോളേജിൽ കാലം മുതൽ, പറവൂരിലെ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ KSUക്കാരനാണ് ഈ സലീം കുമാർ. പിന്നീട് മഹാരാജാസ് കോളേജിലേക്ക് എത്തുമ്പോൾ അവിടെ KSU പ്രവർത്തകനായി ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട്. അത് KSUവിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ മാത്രമല്ല, പാർട്ടിക്കതീതമായുള്ള വലിയൊരു സൗഹൃദ വലയം നമ്മുടെ സലീം കുമാറിന് ഉണ്ടായിരുന്നു. ആ സൗഹൃദ വലയങ്ങളിൽ അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി താല്പര്യം, അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തെ ഒന്നും പൊട്ടിച്ചു കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് നിലയുറപ്പിച്ചത്. പ്രചരണ വേദികളിലേക്ക് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം നിലയുറപ്പിക്കുന്നതും VD സതീശനോടൊപ്പം നിലയുറപ്പിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയ നിലപാടുകൾ മാത്രമല്ല, ഇതൊരു പാർട്ടിയുടെ മാത്രം താല്പര്യമല്ലെന്നും പകരം അദ്ദേഹത്തിന് മലയാളികളോട്, കേരളത്തോട്, മനുഷ്യരോട് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത്, ഞാൻ അച്ഛൻ എന്ന നിലയിൽ സംതൃപ്തനായിരിക്കാം, ഭർത്താവ് എന്ന നിലയിൽ സംതൃപ്തനായിരിക്കാം, പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഒട്ടും സംതൃപ്തനേ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അദ്ദേഹത്തിനും കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളായിരുന്നു. ഞാൻ ഓർമ്മിക്കുന്നത്, ഒരു കോളേജിൽ ഈ CID മൂസയിലെ ചിത്രം രംഗങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടെ കുട്ടികളൊരു പ്രകടനം നടത്തിയപ്പോൾ വലിയ തീവ്രവാദ വർഗീയ വാർത്തയായിട്ടത് പ്രചരിച്ചു. ആ സമയത്ത് അതിനെ പ്രതിരോധിച്ച നടനാണ് നമ്മുടെ സലീം കുമാർ. പലസ്തീൻ ഇസ്രായേൽ വിഷയമാവട്ടെ, ഏത് വിഷയങ്ങളിലും തൻ്റെ കൃത്യമായ നിലപാട് സലീം കുമാർ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. ആ നിലപാടുകൾ പറയുന്നതിന് ആരെയും ഭയപ്പെട്ടിരുന്നില്ല എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അടിമുടി ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നേതാവിനെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിലെ നേതാക്കൾക്ക്, കോൺഗ്രസിൻ്റെ ഈ സലീം കുമാറിനോടൊപ്പം പ്രവർത്തിച്ചവർക്കൊക്കെ അദ്ദേഹത്തോടൊരു വലിയ കമ്മിറ്റ്മെൻറ്റുമുണ്ട്. പ്രചരണ വേദികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് തൻ്റെ കൂടപ്പിറപ്പാണ് സലീം കുമാർ എന്നാണ്. ഒരു കാര്യം കൂടി ലേബി, അങ്ങനെയൊക്കെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാവുമ്പോഴും രാഷ്ട്രീയാതീതമായ സൗഹൃദം സൂക്ഷിച്ചാണ് സലീം കുമാർ ഇന്ന് വിടപിരിയുന്നത്. നേരത്തെ ഈ ചലച്ചിത്ര കമ്മീഷനുമായിട്ട്, ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് സർക്കാർ വരുമ്പോൾ അത് സലീം കുമാറിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ സലീം കുമാർ പറഞ്ഞു, എനിക്കതൊന്നും ഏറ്റെടുക്കാനുള്ള ആരോഗ്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് സലീം കുമാർ പറഞ്ഞിരുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ തൻ്റെ നിലപാടുകളുമായി സുധീരം മുന്നോട്ട് പോയിരുന്ന സലീം കുമാറാണ് നമുക്കറിയാവുന്ന സലീം കുമാർ, അല്ലേ ലിബി? തീർച്ചയായും ഡോക്ടർ അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്കൊക്കെ കോൺഗ്രസ് നിശ്ചയമായും പരിഗണിക്കേണ്ടിയിരുന്ന ആളാണ്. പക്ഷേ സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പദവികളൊന്നും അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നില്ല. കാരണം ഭരണമില്ലാത്ത കാലത്തൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളോട് കൂടി രംഗത്ത് വന്ന സലീം കുമാറിനെ നമുക്ക് ഓർമ്മയുണ്ട്. ഏതെങ്കിലും രീതിയിൽ പക്ഷേ സലീം കുമാറിൻ്റെ ഒരു നിലപാടും എതിർപക്ഷത്തെ അലോസരപ്പെടുത്തിയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യമൊക്കെ മോശമായപ്പോഴാണ് അദ്ദേഹം അത്രത്തോളം ഒന്നും സജീവമാകാതിരുന്നത്. അതിനു മുൻപൊക്കെ എല്ലാ സ്ഥാനാർത്ഥിയും പരമാവധി അദ്ദേഹം കേരളത്തിൽ ഓടിയെത്തുമായിരുന്നു. പ്രചാരണ പരിപാടികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരോഗ്യം മോശമായെങ്കിലും അദ്ദേഹത്തിന് എത്താൻ പറ്റുന്നിടത്തൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം ചെന്നു. 2021 തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം വളരെ സജീവമായി തന്നെ നിന്നിരുന്നു. എങ്കിൽ പോലും കോൺഗ്രസിന് ഭരണമില്ലാത്ത ഘട്ടത്തിലും ഒരിക്കലും നിലപാടുകൾ പറയാൻ അദ്ദേഹത്തിനൊരു വൈമനസ്യം ഉണ്ടായിരുന്നില്ല, ഭയമുണ്ടായിരുന്നില്ല. വളരെ സധൈര്യമാണ് അദ്ദേഹം തൻ്റെ നിലപാടുകളൊക്കെ സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായി പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തം. ഒരുപക്ഷെ ചലച്ചിത്ര ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്കോ മറ്റേതെങ്കിലും വലിയ സ്ഥാനങ്ങളോ ഒക്കെ കൊടുത്താൽ പോലും അദ്ദേഹം അത് സ്വീകരിക്കുമെന്നൊന്നും പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അതൊന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഏത് രാഷ്ട്രീയ നിലപാട്, സാമൂഹിക വിഷയങ്ങളിലെ നിലപാട്, ഇതൊക്കെ പറയുമ്പോഴും എതിർപക്ഷത്തെ വളരെ മാന്യമായ രീതിയിൽ, വളരെ ഏറ്റവും മാന്യമായ ഭാഷയിൽ പറയാനുള്ള ശ്രദ്ധ അദ്ദേഹം കാണിച്ചിരുന്നു. എതിർപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളുമായും പ്രവർത്തകരുമായും ഒക്കെ വലിയ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. ഒരാളുമായിട്ടും അദ്ദേഹത്തിന് ശത്രുത ഉണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ നിലപാടിനൊപ്പം ഒരു സഹയാത്രികനായി സഞ്ചരിച്ചു എന്നതേ ഉള്ളൂ. എല്ലാവരോടും അദ്ദേഹത്തിന് അടുപ്പമായിരുന്നു.
സംബന്ധിച്ചിടത്തോളം ഒരു വിരോധവും, ഒരു രാഷ്ട്രീയ വിരോധവും അദ്ദേഹം കാണിച്ചിട്ടില്ല. ഒരാളോടും അദ്ദേഹം ഒരു ശത്രുതാ മനോഭാവം കാണിച്ചിട്ടില്ല. എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു സലീംകുമാർ. നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്ന അതേ ഒരു സർക്കാസ്റ്റിക് ഭാവം തന്നെയായിരുന്നു ജീവിതത്തിലുടനീളം ചിരി കൂടെ കൊണ്ടു നടന്ന ഒരാളായിരുന്നു. ഒരാളെയും തൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സലീംകുമാറിൻ്റെ വേർപാട് വാർത്ത അറിയുന്നത്. സലീംകുമാർ അവസാനം ചിറ്റാറ്റുകരയിൽ നടത്തിയ പരിപാടി, സ്വന്തം നാട്ടിൽ നടത്തിയ പരിപാടി പോലും കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയായിരുന്നു. അത് തനിക്കേറെ ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു എന്ന് സലീംകുമാർ പറഞ്ഞിരുന്നതായി ചിറ്റാറ്റുകരക്കാർ പറയുന്നുണ്ട്. അതിൽ ഇക്കുറി വി ഡി സതീശന് വേണ്ടിയിട്ട് പ്രചരണം നടത്തി. അതിനുശേഷം വി ഡി സതീശന് സ്വീകരണം ഒരുക്കുന്ന ഘട്ടത്തിൽ സലീംകുമാർ പറഞ്ഞ വാചകം ഇതാണ്: ഇതാ കേരളത്തിൽ ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ ഞങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് അന്ന് വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത്. അത് അന്ന് ചിറ്റാറ്റുകരക്കാരൊക്കെ വലിയ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. വനാഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ വനവാസത്തിൻ്റെ സമയത്ത് പട്ടാഭിഷേകം നടത്താൻ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് അന്ന് ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ അത് അത്തരത്തിൽ കോൺഗ്രസ്സിലാണെങ്കിലും രാഷ്ട്രീയമായാണെങ്കിലും സാമൂഹികമായാണെങ്കിലും നാടുമായിട്ടുമൊക്കെയുള്ള ജൈവികമായൊരു ബന്ധമാണ് നമ്മുടെ സലീംകുമാറിനുണ്ടായിരുന്നത്. ഒരു കള്ളനാട്യവും ഉണ്ടായിരുന്നില്ല, അല്ലേ ലേബി? ഒട്ടുമില്ല ഡോക്ടർ അരുൺ. അദ്ദേഹത്തിന് കാപട്യമേ വശമുണ്ടായിരുന്നില്ല. അദ്ദേഹം ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ സമ്മാനിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ ചിരിക്കുന്ന ഒരു സാന്നിധ്യമായി സ്വയം അങ്ങനെ പടർന്നു കയറുകയായിരുന്നു പറവൂരിലാകമാനം. പറവൂരിൽ എല്ലാവർക്കും ഏത് സമയത്തും കടന്നു ചെല്ലാവുന്നൊരു വീടായിരുന്നു അത്. ആർക്കും ചെന്ന് കണ്ട്, ഒരു സിനിമാക്കാരനായിട്ടല്ല, പറവൂരിലെ അവർക്ക് അവരുടെ സലീംകുമാർ ചേട്ടനായിരുന്നു. ആർക്കും ഒരകലവും ഇടാതെ, ഒരു മതിൽക്കെട്ടും ആ വീടിന് ചുറ്റും ഇങ്ങനെ പ്രവേശിക്കാനാകാത്ത രീതിയിൽ ഒതുക്കാതെ അദ്ദേഹം അത് തുറന്നിട്ടിരിക്കുകയായിരുന്നു.